ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 100. മറിയത്തിന്റെ കലാലയത്തിലിരുന്ന് ക്രിസ്തുവിന്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക. അതാണ് തിരുവചന ജപമാല അഥവാ തെയോത്തോക്കസിന്റെ വചനക്കൊന്ത. പ്രത്യേകിച്ച് നമ്മൾ 2033 എന്ന മഹാജൂബിലി വത്സരം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ചുയർത്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന ആ ജൂബിലി വത്സരത്തിലേക്ക് ഒരുക്കമായിട്ട് ഈ ജൂബിലി വത്സരത്തിൽ കർത്താവ് ഈശോ ജനിച്ചിട്ട് 2025 വർഷം പൂർത്തിയാകുന്ന ഈ ജൂബിലി വർഷത്തിലൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി ഒരു നവവത്സര ധ്യാനം. അതിന്റെ ഭാഗമായിട്ട് 100ാമത്തെ എപ്പിസോഡാണ് മരിയൻ ധ്യാനം. 100ാമത്തെ എപ്പിസോഡ്. അതിൽ ലുത്തിനിയായെ കുറിച്ചുള്ള 13ാമത്തെ എപ്പിസോഡ്. ലുത്തിനിയായിലെ വാഴ്ത്തുമൊഴികളുണ്ട്. അതിൽ 10ാമത്തെ വാഴ്ത്തുമൊഴിയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അത്യന്ത വിരക്തയായ മാതാവ്. അത്യന്ത വിരക്തയായ മാതാവ്. മദർ മോസ്റ്റ് ചേസ്റ്റ്. മാത്തർ കസ്തിസീമ എന്ന് ലത്തീനില്. മദർ കസ്തിസീമ. മോസ്റ്റ് ചേസ്റ്റ്. ശുദ്ധത എന്നാണ് പലപ്പോഴും തർജ്ജമ ചെയ്യുക. ശുദ്ധത. ഈ ചേസ്റ്റ് എന്ന് പറയുന്ന ശുദ്ധത എന്ന് പറയുന്നത് കല്യാണം കഴിക്കാത്തവർക്ക് മാത്രമുള്ള പുണ്യമല്ല. കല്യാണം കഴിച്ചവർക്കും ചേസ്റ്റ് എന്ന പുണ്യം വേണം. ചേസ്റ്റ് എന്ന വാക്കിന് 2 പ്രധാനപ്പെട്ട ധ്വനികളുണ്ട്. ഒന്ന്, വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിൽ വിവാഹത്തിന് പുറത്തുള്ള ഒരു ബന്ധത്തിലും ചെന്നുപെടാതിരിക്കുക. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ്. വിവാഹത്തിന് പുറത്തുള്ള ഒരു ബന്ധത്തിലും, അതായത് അവിഹിത ബന്ധത്തിലും പോകാതെ ശുദ്ധത പാലിക്കുന്ന അർത്ഥം. അതാണ് ഒരർത്ഥം. ഇനി വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ, ബ്രഹ്മചാരികളാണെങ്കിൽ, സന്യാസികളൊക്കെ ആണെങ്കിൽ അവരുടെ വിളിക്ക് ചേരുന്ന തരത്തിൽ ജീവിക്കുക, ശുദ്ധത പാലിക്കുക, ചേസ്റ്റ് ആയിരിക്കുക. അപ്പോ ചേസ്റ്റ് എന്ന പുണ്യത്തിന് ഈ ശുദ്ധത അല്ലെങ്കിൽ വിരക്തി എന്ന് പറയുന്നത് കല്യാണം കഴിച്ചവർക്കും ബ്രഹ്മചാരികൾക്കും ആവശ്യമായിരിക്കുന്നതാണ്. ഇനി വിവാഹത്തിലെ ലൈംഗിക ബന്ധം അനുവദനീയമാണ്, ആസ്വാദ്യമാണ്, നല്ലതാണ്, വേണ്ടതാണ്. അതേസമയം അവിടെയും ചില നിയന്ത്രണങ്ങളൊക്കെ വേണം, ചില വിരക്തികൾ വേണം. ചിലപ്പോഴൊക്കെ അതിൽ നിന്ന് പിന്മാറി നിൽക്കണം. അതേസമയം ഒരുപാട് നാളത്തേക്ക് മാറി നിൽക്കാൻ പാടില്ലെന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്താ കാര്യം? അങ്ങനെ മാറി നിന്നാൽ സാത്താൻ നിങ്ങളുടെ പ്രലോഭിപ്പിക്കും, നിങ്ങൾക്ക് വേറെ വല്ല ബന്ധങ്ങളിലേക്ക് പോകാനായിട്ട് തോന്നിക്കും. അപ്പോൾ ഭാര്യയും ഭർത്താവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ചെടുക്കുന്ന തീരുമാനപ്രകാരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുറച്ചു നാളത്തേക്ക് ഇങ്ങനെ വിരക്തി പാലിക്കണം. പക്ഷെ വീണ്ടും അവർ ഒന്നിച്ചു ചേരണം. കാരണം മക്കളെ ജനിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല കർത്താവ് സെക്സ് എന്ന് നൽകിയിരിക്കുന്നത്, മറിച്ച് ആനന്ദിക്കാൻ കൂടിയാണ്. അപ്പൊ വിവാഹം കഴിഞ്ഞിട്ടുള്ളവർക്ക് ഈ ലൈംഗിക ബന്ധം ആസ്വദിക്കാൻ വേണ്ടിയുള്ളതാണ്. എങ്കിലും അവിടെയൊക്കെ ചില നിയന്ത്രണങ്ങൾ വേണം, ചില വിരക്തി വേണം, ശുദ്ധത പാലിക്കണം. അതാണ് വിവാഹം കഴിഞ്ഞവർക്ക്. ബ്രഹ്മചാരികൾക്ക്, സന്യാസികൾക്ക് അത് ശാരീരികമായിട്ടുള്ള ബന്ധോ മനസ്സിൽ പോലും അത് പാടില്ലെന്നാണ്. അപ്പോഴാണ് പൂർണ്ണമായിട്ടും ശുദ്ധത പാലിക്കാൻ കഴിയുക. മറിയത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇത് നമുക്കറിയാം. മറിയം വിവാഹിതയായിരുന്നെങ്കിലും കന്യകാത്വന് ഭംഗം വരാത്തവളാണ്. അതുകൊണ്ടാണ് ഇതെങ്ങനെ സംഭവിക്കും, നീ പറയുന്ന തരത്തിൽ പുരുഷന്റെ ബന്ധമില്ലാതെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും, അതെനിക്ക് വിശദീകരിച്ച് തരണമെന്ന് മാലാഖയോട് ആവശ്യപ്പെടുകയും മാലാഖ വ്യാഖ്യാനം കൊടുക്കുകയും ചെയ്തു. അതായത് നമ്മൾ കണ്ടതാണ് ഒരിക്കൽ, കന്യകാത്വന് ഭംഗം വരാതെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും എന്നാണ്, അത് എനിക്ക് വിശദീകരിച്ച് തരൂ എന്നാണ് മറിയം ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷൻ അറിയുന്നില്ലല്ലോ എന്ന ചോദ്യത്തിലൂടെ മാലാഖയോട് ചോദിച്ചത്. ചുരുക്കത്തില് മറിയം കന്യകാത്വത്തിന് ഭംഗം വരാതെ ജീവിച്ചു എന്നുള്ളതാണ് ഈ മറിയത്തിന്റെ കാര്യത്തിൽ ഈ അത്യന്തം വിരക്തയായ മാതാവ്, മദർ മോസ്റ്റ് ചേസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ പെന്തക്കോസ്തക്കാര്, പിന്നെ ദൈവസഭക്കാര്, യഹോവ സാക്ഷികള്, ബ്രദറൻ അസംബ്ലിക്കാര്, ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്, അങ്ങനെ 100,000 പേരുണ്ട്, ക്രിസ്റ്റാഡൽഫിയൻസ്. ഇവര് മിക്കവരും പറയുന്നത് പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൾ അറിഞ്ഞില്ല, അവന് ശിശുവിന് യേശു എന്ന് പേരിട്ടു എന്ന് മത്തായി 1:25 കാണുന്നുണ്ടല്ലോ. പുത്രനെ പ്രസവിക്കുന്നത് വരെ, അതായത് മറിയത്തിന്റെ ഭർത്താവായി ജോസഫിനെ കുറിച്ചാണ് ഈ തിരുവചനം. പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല. അറിയാന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം തന്നെയാണ് അർത്ഥം. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. അപ്പൊ പുത്രനെ പ്രസവിക്കുന്നത് വരെയല്ലേ ജോസഫ് അവളെ അറിയാതിരുന്നുള്ളൂ. അതിനുശേഷം അറിഞ്ഞിട്ടുണ്ടാവില്ലേ, ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ലേ, അതിൽ മക്കളുണ്ടായിട്ടുണ്ടാവില്ലേ? ഇതാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ ഈ വരെ, പ്രസവിക്കുന്നത് വരെ എന്ന ഗ്രീക്ക് വാക്കിന് ഹെയോസ് എന്നാണ് ഗ്രീക്ക് വാക്ക്. ഹെയോസ് അത് യഹൂദ സംസ്കൃതിയും ഹീബ്രു പാരമ്പര്യം പ്രകാശിപ്പിക്കുന്ന ഒരു വാക്കാണ്. യഹൂദ സംസ്കൃതിയും ഹീബ്രു പാരമ്പര്യവും എന്ത് നടന്നു എന്നല്ലാതെ
എന്ത് നടക്കാനിരിക്കുന്നു എന്ന് ഈ പദം കാണിക്കുന്നില്ല. എന്ത് നടന്നു എന്നല്ലാതെ എന്ത് നടക്കാനിരിക്കുന്നു. ഗ്രീക്ക് ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിലും വര എന്നതിന് ശേഷം എന്ന അർത്ഥമില്ല. അതായത് അത് വരെ എന്ന് പറഞ്ഞാൽ അതിനുശേഷം അത് നടന്നു എന്ന സൂചനയില്ല. ഒരു സവിശേഷ കാലയളവ് വരെ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്ത് സംഭവിച്ചില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ഈ വാക്യത്തിന്റെ ലക്ഷ്യം. അപ്പൊ വര എന്നതിന് അതിന് ശേഷം എന്ന അർത്ഥമില്ല, വര എന്ന അർത്ഥമുള്ളൂ. ആ കാലയളവ് കഴിഞ്ഞപ്പോൾ അതിന് മാറ്റം വന്നു എന്നത് സൂചിപ്പിക്കുന്നില്ല. യോഹന്നാൻ 9:18, 1 തിമോത്തി 4:13 ഈ സൂചനയുണ്ട്. ഇതിനു മുമ്പ്, ഈ വചനം എഴുതുന്നതിന് മുമ്പ് 1:18 മത്തായി 1:18 മത്തായി ഇങ്ങനെ എഴുതിയിരുന്നു: മറിയത്തിന്റെ ശിശു ജോസഫിൽ നിന്ന് പിറന്നതല്ല, ദൈവത്തിന്റെ സർഗശക്തിയായ പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഈ സത്യം മത്തായി 1:18 എഴുതിയിരുന്നു. അതൊന്നുകൂടി ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കുകയാണ് മത്തായി. പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല, അതിനുശേഷം അറിഞ്ഞെന്ന് ആ വാക്കിന് അർത്ഥമില്ല. നമുക്ക് ചില ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെ നോക്കാം. വര എന്ന വാക്ക് ബൈബിളിൽ ചില സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. യെശയ്യാ 46:4 നിന്റെ വാർദ്ധക്യം വരെ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ദൈവം അരുളി ചെയ്യാണ് മനുഷ്യനോട്, നിന്റെ വാർദ്ധക്യം വരെ ഞാൻ സ്ഥിതി ചെയ്യുന്നു. അവൻ വാർദ്ധക്യം പ്രാപിച്ചതിന് ശേഷം ദൈവം ഇല്ലാതാകുമെന്ന് അതിനർത്ഥമുണ്ടോ? നിന്റെ വാർദ്ധക്യം വരെ ഞാൻ സ്ഥിതി ചെയ്യുന്നു. മനുഷ്യൻ വാർദ്ധക്യം പ്രാപിച്ച് മരിച്ചുപോയാൽ ദൈവം ഇല്ലാണ്ടാകുമോ? അപ്പൊ വര എന്ന വാക്ക് അതിനുശേഷം എന്ന അർത്ഥമുണ്ടോ? നിന്റെ വാർദ്ധക്യം വരെ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്നാണ് അർത്ഥം ശരിക്ക്. അതുപോലെ 2 സാമുവേൽ 6:23 സാവൂളിന്റെ മകളായ മിഖാലിന് അവൾ മരിച്ച ദിവസം വരെ മക്കളുണ്ടായില്ല. സാവൂളിന്റെ മകളായ മിഖാലിന് അവൾ മരിച്ച ദിവസം വരെ മക്കളുണ്ടായില്ല. അവൾ മരിച്ച ദിവസത്തിന് ശേഷം അവൾക്ക് മക്കളുണ്ടായോ? മരിച്ചതിന് ശേഷം അവൾക്ക് മക്കളുണ്ടായോ? പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൾ അറിഞ്ഞില്ല എന്ന വചനത്തില് അതിനുശേഷം അവൻ അറിഞ്ഞുവെന്നും ആ ബന്ധത്തിൽ അവർക്ക് മക്കളുണ്ടായെന്നും നിഗമനത്തിൽ എത്തുന്നത് യുക്തിക്കോ സത്യത്തിനോ ഭാഷയ്ക്കോ ഹീബ്രു സംസ്കൃതിക്കോ ഗ്രീക്ക് ഭാഷയ്ക്കോ ഒന്നിനും നിരക്കുന്നതല്ല. നമ്മുടെ മലയാളത്തിലും അങ്ങനെയുണ്ട്. മരിക്കുന്നത് വരെ അപ്പൻ മകനോട് മിണ്ടിയില്ല. മരിച്ചതിന് ശേഷം അപ്പൻ മകനോട് മിണ്ടിയോ? അതാ ഇല്ലേ ആ വര എന്ന് പറയുന്നത്. അത്ര ആ നിമിഷം വരെ എന്നുള്ളത് ഒന്ന് ഊന്നി പറയാനല്ലേ. പ്രസവിക്കുന്നത് വരെ അറിഞ്ഞില്ല എന്ന തിരുവചനത്തിന് പ്രസവിച്ചതിന് ശേഷം അറിഞ്ഞു എന്ന അർത്ഥമില്ല. അത് വെറുതെ കത്തോലിക്ക സഭ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളൊരു വ്യാഖ്യാനമാണ്, നൽകുന്ന ഒരു വ്യാഖ്യാനമാണ്. ഇനി ഇതിന്റെ ഒരു വിപരീതം ഞാൻ പറയട്ടെ. അത് വിപരീത രീതി. നിന്റെ വാർദ്ധക്യം വരെ ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്ന വചനത്തില് യെശയ്യാ 46:4 അതില് എന്നേക്കും എന്നല്ലേ അർത്ഥം? നിന്റെ വാർദ്ധക്യം വരെ ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നേക്കും സ്ഥിതി ചെയ്യുന്നു എന്നല്ലേ ദൈവം പറയണേ. അതുപോലെ സാവളിന്റെ മകളായ മിഖാലിന് അവൾ മരിച്ച ദിവസം വരെ മക്കളുണ്ടായില്ല തിരുവചനത്തിൽ അവൾക്ക് ഒരിക്കലും മക്കളുണ്ടായില്ല എന്നല്ലേ അർത്ഥം? അതുപോലെ തന്നെ മരിക്കുന്നത് വരെ അപ്പൻ മകനോട് മിണ്ടിയില്ല എന്ന വചനത്തില് അപ്പൻ ഒരിക്കലും മകനോട് മിണ്ടിയില്ല എന്നല്ലേ അർത്ഥം? അതേ അർത്ഥമല്ലേ ഇവിടെയും പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ജോസഫ് ഒരിക്കലും അവൾ അറിഞ്ഞില്ല എന്നല്ലേ അർത്ഥം? അങ്ങനെയാണ് ആദിമ സഭ തൊട്ട് ഇപ്പോഴും വരെയും കത്തോലിക്ക സഭ മനസ്സിലാക്കിയിരിക്കുന്നത്. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൾ അറിഞ്ഞില്ല എന്നാണ് അർത്ഥം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നിന്റെ വാർദ്ധക്യം വരെ ഞാൻ സ്ഥിതി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഞാൻ എന്നേക്കും സ്ഥിതി ചെയ്യുന്നു. സാവളിന്റെ മകളായ മിഖാലിന് അവൻ മരിച്ച ദിവസം വരെ മക്കളുണ്ടായില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൾക്ക് മക്കളുണ്ടായില്ല. അപ്പൻ മരിക്കുന്നത് വരെ മകനോട് മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പൻ ഒരിക്കലും മകനോട് മിണ്ടിയില്ല. അതേ സെൻസ് തന്നെയാണ് ഇവിടെ. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും ജോസഫ് മറിയുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നാണ് അർത്ഥം. ഇതിന്റെ വെളിച്ചത്തിലാണ് മറിയത്തിന്റെ നിത്യകന്യാകാത്വം സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ വളരെ ഭദ്രമായി സ്ഥാപിക്കപ്പെട്ടത്. അത് സത്യമാണ്. 649 ലാറ്ററൻ സുനോദോസില് അത് വിശ്വാസ സത്യത്തിന്റെ ഭാഗമായി. 1968 പോൾ ആറാമൻ മാർപ്പാപ്പ അത് വീണ്ടും സ്ഥിരീകരിച്ചു. കത്തോലിക്ക സഭയുടെ മതബോധന 499/501 മറിയം നിത്യകന്യകയാണ്. അതിനാൽ ബ്രഹ്മചര്യ ജീവിതത്തിന്റെ സകല ശുദ്ധതയും വിരക്തിയും മറിയം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെ യേശുവിന്റെ സഹോദരന്മാർ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നവര് മറിയത്തിന്റെ മക്കളല്ല. യേശുവിന്റെ അടുത്ത ബന്ധുക്കളാണ് അവര്, കസിൻസ് ആണ്. മറിയവുമായിട്ട് അവർക്ക്
രക്തബന്ധമില്ല. ഇങ്ങനെ അനുജത്തിരിയോ ചേച്ചിരിയോ അല്ലെങ്കിൽ ജോസഫിന്റെ മുമ്പത്തെ ഭാര്യയുടെ മക്കളോ അങ്ങനെയുള്ള ചില അർത്ഥങ്ങളല്ലാതെ മറിയത്തിന്റെ ഗർഭത്തിൽ നിന്ന് പിറന്നവരാണ് യേശുവിന്റെ സഹോദരന്മാരും സഹോദരിമാരും എന്ന അർത്ഥം യേശുവിന്റെ സഹോദരന്മാർ എന്ന വാക്കിനില്ല. പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് അവൾ അറിഞ്ഞില്ല, അതിനുശേഷം അറിഞ്ഞു, അതിൽ മക്കളുണ്ടായി എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് തിരുവചനത്തിനോ ഭാഷയ്ക്കോ യഹൂദ സംസ്കൃതിക്കോ സഭയുടെ വിശ്വാസത്തിനോ ആദിമസഭ തൊട്ട് ഇതുവരെയുള്ള വിശ്വാസത്തിനോ നിരക്കുന്നതല്ല. അതുകൊണ്ട് പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ഒക്കെ പറയുന്ന തൊടുന്യായങ്ങൾ കേട്ട് നമ്മൾ വീണു പോകരുത്. മാത്രമല്ല, അവരോട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരോട് നിങ്ങൾ പറയും വേണം. അങ്ങനെ അവരെ സത്യത്തിലേക്ക് നയിക്കുകയും തിരുവചന ജപമാലയിലേക്ക് നയിക്കുകയും വേണം. അവർക്കും മറിയത്തിന്റെ സംരക്ഷണം ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സ്ലീവാകാലം 1-ാം ഞായർ സെപ്റ്റംബർ 14 അന്ന് തന്നെയാണ് വിശുദ്ധ സ്ലീവായുടെ പുകഴ്ച. നമ്മളിന്ന് ധ്യാനിക്കുന്നത് ഈ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായം 18 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. പൗലോസ് കുരിശിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മനോഹരമായ തിരുവചനം. ആ വചനം നമ്മൾ കേട്ടിട്ട് അതിലത്തെ 2-3 കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. കുരിശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാകുന്നു. ജ്ഞാനികളെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? വേദശാസ്ത്രി എവിടെ? ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷതമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിക്കാൻ ദൈവം തിരുമനസായി. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, ഗ്രീക്കുകാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും വിജാതർക്ക് ഭോഷത്വമെങ്കിലും വിളിക്കപ്പെട്ട ഏവർക്കും യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. എന്നാൽ ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. സഹോദരന്മാരെ, നിങ്ങൾ വിളിയെ നോക്കുവിൻ. മാനുഷിക മാനദണ്ഡം അനുസരിച്ച് ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. എങ്കിലും ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ഹീനകുലവും നികൃഷ്ടവും ഒന്നുമല്ലാത്തതും തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും അഹങ്കരിക്കാതിരിക്കാനാണിത്. നിങ്ങളോ അവനാൽ നിങ്ങൾ ക്രിസ്തു യേശുവിൽ ആയിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് പൗലോസ് ആദ്യം പറയുന്നത്. ദൈവത്തിന്റെ മാനദണ്ഡം മനുഷ്യന്റെ മാനദണ്ഡത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ്. വീണുപോയ മനുഷ്യവംശത്തിന്റെ മാനദണ്ഡങ്ങളാണ് നമുക്കുള്ളത്. അതിൽ നിന്ന് സത്യവിശ്വാസികൾ വേറിട്ട് നിൽക്കാൻ ശ്രമിക്കേണ്ടതുണ്ടെന്നാണ് പൗലോസ് പറയണേ. വീണുപോയ മനുഷ്യവംശത്തിന്റെ മാനദണ്ഡങ്ങളാണ് ലോകത്തുള്ളത്. സത്യവിശ്വാസികൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കണം. അങ്ങനെ അകന്നു നിൽക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് കൊറിന്തോസിലെ സഭയിൽ വിഭാഗീയത ഉണ്ടായത്. ദൈവം മനുഷ്യരുമായി ബന്ധപ്പെടുന്ന രീതി ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ ഇത്തരമൊരു വേർപ്പെടുത്തൽ വേണം എന്ന് ഈ പൗലോസിലേക്ക് പറയാണ്. ഈ കൊറിന്തോസിലെ സഭയിൽ ഇപ്പൊ എറണാകുളത്ത് നമ്മൾ കാണുന്ന പോലെയുള്ള സീറോ മലബാർ സഭയിൽ കാണുന്ന വിഭാഗീയത ഉണ്ടായിരുന്നു. ഞാൻ പൗലോസിന്റെയാണ്, ഞാൻ കേഫാസിന്റെയാണ്, ഞാൻ അപ്പോളോസിന്റെയാണ്, ഞാൻ ക്രിസ്തുവിന്റെയാണ്, ഞാൻ എറണാകുളത്ത് അമ്മയുടെയാണ്, ഞാൻ പാറേക്കാട്ടിൽ പിതാവിന്റെയാണ്, ഞാൻ കൽദായ സൊറിയാനിയല്ല, ഞാൻ ഭാരതീയ പൂജക്കാരനാണ്. ഇങ്ങനെയുള്ള 100,000 വിഭാഗീയത എറണാകുളത്തുള്ളതുപോലെ കൊറിന്തോസിലുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഈ ദൈവത്തിന്റെ മാനദണ്ഡം മനസ്സിലാക്കാൻ ഈ ലോകത്തിന്റെ മാനദണ്ഡങ്ങളിൽ മാറി നിൽക്കണം സത്യവിശ്വാസികൾ എന്ന അടിസ്ഥാന പ്രമാണം അവർ ലംഘിച്ചു. പൗലോസ് ഉപയോഗിക്കുന്ന 2-3 വചനങ്ങളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, കുരിശിന്റെ വചനം എന്ന വാക്കാണ്. കുരിശിന്റെ വചനം ഗ്രീക്കില് ഹോ ലോഗോസ് ടു സ്റ്റൗറു എന്നാണ്. ലോഗോസ് എന്ന് നമ്മൾ വചനം എന്ന് തർജ്ജമ ചെയ്യുന്നു. സ്റ്റൗറോസ് എന്നത് കുരിശ് എന്നും, കുരിശിന്റെ സന്ദേശം എന്നും കുരിശിന്റെ കഥ എന്നും ഒക്കെ തർജ്ജമ ചെയ്യാം. ദ സ്റ്റോറി ഓഫ് ദ ക്രോസ്, ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്, അങ്ങനെയൊക്കെ തർജ്ജമ ചെയ്യാം. കുരിശിന്റെ വചനം അല്ലേ, ദ വേർഡ് ഓഫ് ദ ക്രോസ്, ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്, ദ സ്റ്റോറി ഓഫ് ദ ക്രോസ്. സ്റ്റോറി ഓഫ് ദ ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്.
പൗലോസിനെ കുറിച്ചുള്ള ഒരു പുസ്തകം ഇംഗ്ലീഷിൽ. അപ്പൊ അത് ഈ തിരുവചനമാണ് ഞാനത് എടുത്തിരിക്കുന്നത്. മനുഷ്യരുടെ ഭാഗധേയത്തെ രണ്ടായി വിഭജിക്കുന്ന വചനമാണ് കുരിശിന്റെ വചനം. അത് ആ കുരിശിന്റെ വചനത്തെ ആലിംഗനം ചെയ്യുന്നവരെ അത് രക്ഷയിലേക്ക് വലിച്ചടുപ്പിക്കും. ആ കുരിശിന്റെ വചനത്തെ നിരസിക്കുന്നവരെ അത് നാശത്തിലേക്ക് തള്ളിയിടും. അപ്പൊ ഒരു വിഭജനം, ഈ വിഭാഗീയതയും വിഭജനം തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കുരിശിന്റെ വചനം ഒരു വിഭജനം കൊണ്ടുവരുന്നുണ്ട്, വിഭാഗീയതയല്ല, വിഭജനം. എന്താണ് വിഭജനം? ഈ കുരിശിന്റെ വചനത്തെ ആലിംഗനം ചെയ്യുന്നവരെ അത് രക്ഷയിലേക്ക് വലിച്ചടിപ്പിക്കും. കുരിശിന്റെ വചനത്തെ നിരസിക്കുന്നവരെ അത് നാശത്തിലേക്ക് ഇങ്ങനെ തള്ളിവിടും. കാരണം എന്താണ്? അങ്ങനെ ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ക്രിസ്തുവിന്റെ കുരിശ്. ഇവൻ വളരെ പേരുടെ ഉയർച്ചയ്ക്കും കുറെ പേർ തകർച്ചയ്ക്കും ആയി തർക്കത്തിന്റെ അടയാളമായി വെച്ചിരിക്കുന്നുവെന്ന് ലൂക്കാസ് 2:34 കാണാം. നടപടി 8:10 കാണാം. വാസ്തവത്തിൽ സ്ലീവ എന്ന സുറിയാനി വാക്കുകൊണ്ട് ഇത് കൂടുതൽ വ്യക്തമായി ചിത്രീകരിക്കാൻ പറ്റും. സ്ലീവ എന്നതിന് കുരിശ് എന്നും കുരിശിലേറിയവൻ എന്നും ധ്വനിയുണ്ടല്ലോ. ദൈവത്തിന്റെ സ്നേഹമായ നസറത്തിലെ യേശുവാണ് സ്ലീവ. കുരിശും കുരിശിലേറിയവനും താതാത്മ്യപ്പെട്ട് ഒന്നായിരിക്കുന്നു. അതിനാൽ കുരിശിനെ ആരാധിക്കുക എന്ന് ലിറ്റർജിയിൽ പറയുമ്പോൾ ക്രിസ്തു എന്ന ആളെ ദൈവമായി ആരാധിക്കുക എന്നാണ് അർത്ഥം. സ്ലീവ എന്ന് പറയും, സ്ലീവ ചുംബൻ എന്നൊക്കെ പറഞ്ഞാൽ കുരിശെന്ന തടിയല്ല, തടിയും ആളും ഒന്നായി തീർന്ന ആ രക്ഷാ സംഭവമാണ്. ആ ആളാണ് നമ്മുടെ രക്ഷാ സംഭവം, ഒരാളാണ്. അപ്പോൾ സ്ലീവായെ ചുംബിക്കുക, സ്ലീവായെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ക്രിസ്തു എന്ന ആളെ ആരാധിക്കുക, കുരിശിൽ മരിച്ച് സ്ലീവയായി തീർന്ന ആളെ ആരാധിക്കാനാണ്. കുരിശിൽ മരിച്ച് ഇല്ലേ മനുഷ്യകുലത്തെ രക്ഷിച്ച ആ ആളെ, ദൈവം എന്ന ആളെ, ക്രിസ്തു എന്ന ആളെ ആരാധിക്കാനാണ്. എന്നിട്ട് പറയാണ് ഈ കുരിശ് രക്ഷിക്കപ്പെടുന്ന നമുക്ക് ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ പെന്തക്കോസ്തക്കാര്, യഹോവ സാക്ഷികൾ, അവരുടെ ഡയലോഗില് ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാ. ഗ്രീക്കില് പൗലോസ് ഉപയോഗിക്കുന്നത് സൊട്സോമെനോയിസ് എന്നാണ്. സൊട്സോമെനോയിസ് തുടർച്ചയെ സൂചിപ്പിക്കുന്നു ഇല്ലേ. മെനോയിസ് എന്നൊക്കെ പറഞ്ഞാൽ തുടർച്ചയാണ്, പാർട്ടിസിപ്പിൾ ആണ്. രക്ഷ പ്രാപിച്ചു എന്നോ രക്ഷിക്കപ്പെട്ടു എന്നോ അല്ല തർജ്ജമ. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതായത് അനാവൃതമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് രക്ഷ. ഒരു നിമിഷം ആണ് കഴിഞ്ഞു പോകുന്നതല്ല. പുഴയിലെ വെള്ളത്തിൽ ഇറങ്ങി മാമോദിസ സ്വീകരിച്ച രക്ഷിക്കപ്പെട്ടു ഇല്ലേ, വീണ്ടും ജനിച്ചു എന്നൊക്കെ പറയുന്നത് അത് എന്താണ് തിരുവചനമെന്നോ എന്താണ് രക്ഷയെന്നോ അറിയാത്തവരാണ്. രക്ഷിക്കപ്പെടാനുള്ള ഒരു പ്രക്രിയയുടെ ആദ്യ സ്റ്റെപ്പാണത്. അത് പുഴയിലേക്ക് ഇറങ്ങിയുള്ള സ്നാനമാണെങ്കിൽ സ്നാപയോഹന്നാന്റെ സ്നാനമാണ്. അത് കഴിഞ്ഞ് കർത്താവിന്റെ തിരുവിലാവിൽ നിറങ്ങുന്ന ജീവജലത്തില് മുകളിൽ നിന്ന് ഉള്ള വെള്ളം വീണ് ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെടണം. അതാണ് ക്രിസ്തീയ മാമോദീസ. അത് പുഴയിലേക്ക് ഉൾച്ചേർക്കപ്പെടലല്ല, ക്രിസ്തുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നതാണ്. അത് അവിടെ നിന്ന് ഒഴുകിയ വെള്ളം കൊണ്ട് തന്നെ വേണം, ജീവജലം. അതുകൊണ്ട് മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത്. കർത്താവിന്റെ കുരിശിൽ നിന്നാണ് വെള്ളം വീഴുന്നത്, കർത്താവിന്റെ പാർശ്വത്തിൽ നിന്നാണ് വെള്ളം വീഴുന്നത്. അപ്പോൾ ഈ ഹെബ്രായ ലേഖനം 9:28 പറയുന്നുണ്ട്, ക്രിസ്തു ആദ്യം വന്നു എന്തിനാ? പാപത്തെ കൈകാര്യം ചെയ്യാൻ. ഇനിയും വീണ്ടും വരും തന്നെ കാത്തിരിക്കുന്നവരെ രക്ഷിക്കാൻ. കണ്ടോ, രക്ഷ എന്ന് പറയുന്നത് പാപമോചനത്തിൽ നിന്നും രക്ഷയിലേക്കുള്ള ഒരു പ്രക്രിയയാണ്. അവൻ ആദ്യം വന്നു പാപത്തെ കൈകാര്യം ചെയ്യാൻ, ഇനി വീണ്ടും വരും തന്നെ കാത്തിരിക്കുന്നവരെ രക്ഷിക്കാൻ. അപ്പൊ ഇങ്ങനെ ഒരു പ്രക്രിയയാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്ന് പൗലോസ് ഉപയോഗിക്കുന്നത്. രക്ഷിക്കപ്പെട്ട നമുക്കെന്നല്ല, രക്ഷ പ്രാപിച്ച നമുക്കെന്നല്ല, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക്. അതുപോലെ തന്നെ നശിച്ചു പോകുന്നവർക്ക് എന്നും എഴുതിയിട്ടുണ്ട്. നശിച്ചു പോകുന്നവർക്ക് ഇനിയൊരു പ്രത്യാശിക്കാൻ വകയുണ്ട്. അവർ നാശത്തിന്റെ പാതയിൽ നിന്ന് പിന്തിരിഞ്ഞ് കുരിശിന്റെ വഴിയിലേക്ക് തിരിഞ്ഞാൽ, കുരിശിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഭക്തകൃത്യമല്ല ഞാൻ പറയണേ, കുരിശിന്റെ മാർഗം, കുരിശിന്റെ വഴിയിലേക്ക് തിരിഞ്ഞാൽ അവർക്ക് രക്ഷ പ്രാപിക്കാം. നശിച്ചു പോകുന്നവർക്ക് ഇനിയും ചെറുതായിട്ട് പ്രത്യാശിക്കാൻ വകയുണ്ട്. അവര് നാശത്തിന്റെ പാതയിൽ നിന്ന് പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് കുരിശിന്റെ വഴിയിലേക്ക് വന്നാൽ. ഇതുപോലെ തന്നെ രക്ഷിക്കപ്പെടുന്നവരുടെ മുമ്പിലും ഒരു അപകടം ഉണ്ട്, ഒരു അപകടം പരിഹരിപ്പുണ്ട്. കാരണം അവര് ഈ കുരിശിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ രക്ഷിക്കപ്പെടുന്നവരാണെങ്കിൽ പോലും അവർ നശിച്ചു പോകുന്നവരായിട്ട് മാറും. ചുരുക്കത്തിൽ ചിലരെ രക്ഷയ്ക്കായും ചിലരെ നശിക്കാനായും ദൈവം മാറ്റി നിർത്തിയിട്ടില്ല. രക്ഷിക്കപ്പെടുന്നവർ നശിച്ചു പോകുന്ന ഒരു പാതയിലേക്ക് തിരിയാനോ നശിച്ചു പോകുന്നവർ രക്ഷിക്കപ്പെടുന്ന ഒരു ഗണത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നു. ദൈവം മനുഷ്യനുമായി ബന്ധപ്പെടുന്ന കുരിശിന്റെ രീതി
സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യവംശം രക്ഷിക്കപ്പെടുന്നവർ, ശിക്ഷിക്കപ്പെടുന്നവർ എന്നിങ്ങനെ രണ്ട് ഗണമായി തിരിയുന്നത്. ദൈവം മനുഷ്യമായി ബന്ധപ്പെടുന്ന കുരിശന്റെ രീതി സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെടുന്നവർ, നിരാകരിച്ചാൽ ശിക്ഷിക്കപ്പെടുന്നവർ. ഇങ്ങനെയാണ് മനുഷ്യവംശത്തിന്റെ രണ്ട് ഗണമായി തിരിയുന്നത്. ഇതിനെയാണ് ഞാൻ വിഭജനം എന്ന് പറഞ്ഞത്. ഒരു വചനം കൂടി നമുക്ക് പരിഗണിക്കാം. 1:23. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയവൻ എന്നാണ് റോമാക്കാര് കുരിശിൽ തൂക്കപ്പെട്ട ഒരു ഇരയെ കണ്ടിരുന്നത്. നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയവൻ, നാണവും മാനവും നഷ്ടപ്പെട്ടവൻ. എന്നാൽ ക്രിസ്തുവിന്റെ കുരിശുമരണമാകട്ടെ പിശാചിന്റെ തലക്കേറ്റ മാരക മുറിവും നമ്മുടെ രക്ഷയുടെ ഉപാധിയുമായിട്ടാണ് പൗലോസ് അവതരിപ്പിച്ചിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 272 അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ കുരിശുമരണമാകട്ടെ പിശാചിന്റെ തലക്കേറ്റ ഒരു മാരകമായ മുറിവാണ്, നമ്മുടെ രക്ഷയുടെ ഉപാധിയുമാണ്. അതുകൊണ്ടാണ് പൗലോസ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നത്. പൗലോസ് ഉപയോഗിക്കുന്ന പ്രയോഗം എന്താണ്? ക്രിസ്തോസ് എസ്റ്റൗറോ മെനോൻ എന്നാണ്. സ്റ്റൗറോ കുരിശ്, എസ്റ്റൗറോ മെനോൻ. ക്രിസ്തോസ് എസ്റ്റൗറോ മെനോൻ. സ്റ്റൗറോസ് എന്ന് പറഞ്ഞാൽ കുരിശ്, കുറ്റി, കഴുമരം, കുരിശ്, ശവം തൂക്കിലേറ്റാനുള്ള ഉപകരണം എന്നെല്ലാം അതിന് അർത്ഥമുണ്ട് സ്റ്റൗറോസ്. എന്നാൽ കടുക്കോല്, വടി, തോട്ടി, കൊടിമരം എന്നീ അർത്ഥങ്ങളിലും ഗ്രീക്ക് ഭാഷയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ക്രിയാരൂപത്തിന് ഉയർത്തപ്പെടുക എന്ന അർത്ഥം. ഇപ്പൊ തോട്ടി ഇങ്ങനെ ഉയർത്തല്ലോ, തോട്ടി അല്ലേ, അല്ലെങ്കിൽ കഴുമരം, അങ്ങനെ അതിൽ നിന്ന് ഉയർത്തപ്പെടുക എന്നൊരർത്ഥമുണ്ട്. അതിനാൽ പൗലോസ് ഈ രണ്ട് ധ്വനിയും വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. എസ്റ്റൗറോ മേനോൻ എന്ന് പൗലോസ് പറയുമ്പോൾ കുരിശിൽ ഉയർത്തപ്പെട്ട, അതായത് കുരിശെന്ന കഴുമരത്തിൽ ഉയർത്തപ്പെട്ട് വധിക്കപ്പെട്ടവൻ തന്നെയാണ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ക്രിസ്തു യേശു. കുരിശെന്ന കഴുമരത്തിലേക്ക് ഉയർത്തപ്പെട്ടവൻ, ഉയർത്തപ്പെട്ട് കൊല്ലപ്പെട്ടവൻ, അവൻ തന്നെയാണ് സ്വർഗത്തിലേക്ക്, 7ാം സ്വർഗത്തിലേക്ക്, പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടവൻ. ഈ രണ്ട് അർത്ഥങ്ങളും കൂടി ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് ഒറ്റ വാക്കിനകത്ത്. ചുരുക്കത്തില് ക്രിസ്ത്യാനികളുടെ മുഖമുദ്രയാണ് സ്ലീവ. സ്ലീവ എന്ന് പറഞ്ഞാൽ, ഞാൻ ആവർത്തിക്കുകയാണ്, കുരിശെന്നും അർത്ഥമുണ്ട്, കുരിശിലേറിയവനെന്നും അർത്ഥമുണ്ട്. രണ്ടും ചേരുന്ന അർത്ഥം സ്ലീവയായതുകൊണ്ട് സ്ലീവായുടെ പുകഴ്ച, അതാണ് സുറിയാനി സഭക്കാർ ഉപയോഗിക്കുന്ന വാക്ക്. സുറിയാനിൽ മുമ്പ് പറയുന്നത് സ്ലീവയാണ്. അതിന് കുരിശെന്നതിനേക്കാൾ ആഴമുണ്ട്. കുരിശിന്റെ പുകഴ്ച തിരുനാൾ എന്നതിനേക്കാൾ സ്ലീവായുടെ പുകഴ്ച. അപ്പോ കുരിശ് മരണം, കുരിശിൽ മരിച്ച ക്രിസ്തു, ആ തടി പോലും, അതായത് റോമാക്കാരുടെ രീതി തലവെട്ടി കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെയല്ല കർത്താവ് മരിക്കേണ്ടത്, കുരിശുമരണം തന്നെ വേണമെന്ന് കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം എന്താണ്? ആ ചിഹ്നം, കുരിശെന്ന ചിഹ്നം നമ്മളിങ്ങനെ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചാൽ ഒരു കുരിശാകൃതിയായി. ഈ ഇങ്ങനെയുള്ള ലംഘനമുള്ള ആ തടി പാതാളത്തിൽ നിന്ന് സ്വർഗം വരെയും, ഇങ്ങനെ ഈ കൈകള് രണ്ട് കൈകള് ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും, ഇങ്ങനെയുള്ള ആ ഒരു, അതായത് 3 ലോകങ്ങളൊന്നും കണക്കാക്കപ്പെടുന്ന 3 ലോകങ്ങളിലേക്കും എത്തുന്നതും, ലോകത്തിന്റെ സകല കോണുകളിലേക്കും, ബ്രഹ്മാണ്ടത്തെ സകല കോണുകളിലേക്കും എത്തുന്ന ആ രക്ഷാപ്രവൃത്തി ചെയ്ത ക്രിസ്തു, ആ ക്രിസ്തുവാണ് സ്ലീവ. ആ സ്ലീവായുടെ പുകഴ്ച, ആ സ്ലീവായി ഓർക്കുന്ന സമയം, അത് നമ്മുടെ രക്ഷയുടെ ഉപാധിയാണ്. നമ്മളോട് ദൈവം പെരുമാറുന്ന രീതി പോലും ഈ കുരിശിന്റെ രീതിയാണ്. ഇത് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മള് നശിച്ചു പോകുന്ന കൂട്ടത്തിൽ വരാതിരിക്കാൻ ഈ കുരിശിന്റെ മാർഗത്തിൽ തന്നെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ സ്ലീവകാലം ധന്യമാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തിരുവോസ്തിയുടെ അവഹേളനം. എറണാകുളം യുദ്ധതന്ത്രം. തിരുവോസ്തിയെ അവഹേളിച്ചവർക്ക് കൂട്ടുനിൽക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പൊലീത്തായും. അവര് തന്നെ അതിന് പരിഹാരമായിട്ട് ആരാധന നടത്താൻ ആഹ്വാനം ചെയ്യുന്നു. ഇതൊരു വല്ലാത്ത സ്ഥിതിവിശേഷമാണ് സീറോ മലബാർ എന്ന സൂയി യൂതി സഭയില്, സ്വയാധികാര സഭയില് സൃഷ്ടിച്ചിരിക്കുന്നത്. കുർബാനയെ അവഹേളിച്ചവർക്കെതിരെ നടപടിയെടുക്കാതെ അവരുമായി ചർച്ചയ്ക്ക് പോയി, വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞൊരു കുർബാന ചൊല്ലിക്കോ എന്നെല്ലാം ഒരു സമവായ മാർഗരേഖയിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ അവര് തന്നെ കുർബാനയെ അവഹേളിച്ചവർക്ക് കൂട്ടുനിൽക്കുകയാണ്.
അക്കോംപ്ലിസ്, കൂട്ടുപ്രതികളാണ്. എന്തായിരുന്നു യഥാർത്ഥ പരിഹാരം? 2 കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി സത്യസന്ധമാണ് എന്ന് വിചാരിക്കാമായിരുന്നു. ഒന്ന്, ഈ കുർബാനയെ അവഹേളിച്ചവർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി വയ്ക്കാം. 2, കത്തീഡ്രൽ ബസിലിക്ക തുറന്ന് അവിടെ സഭയുടെ കുർബാന, ഏകീകൃത കുർബാന ചൊല്ലുക. എന്നിട്ടൊരു ആരാധന ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ ഒരല്പം ആർജവത്വം തങ്ങളുടെ വിളിയോട്, തങ്ങളുടെ ഉത്തരവാദിത്തോട്, കടമയോട്, സ്ഥാനത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട് എന്നെങ്കിലും വിചാരിക്കാമായിരുന്നു. എങ്കിലും മിണ്ടാത്തതിലും ഭേദമാണ് കൊഞ്ഞപ്പ് എന്ന് പറയുന്നത് പോലെ ഈ സർക്കുലറിൽ കുർബാന അവഹേളിച്ചു എന്ന് അംഗീകരിച്ചല്ലോ, അതിന് പരിഹാരം വേണമെന്നും അംഗീകരിച്ചല്ലോ. അത് ഒരു നല്ല ചുവടുവെപ്പായി കാണുകയാണ്. തിരുവോസ്തി, ഓസ്തി, തിരുവോസ്തി. ഹോസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ ഹോസ്റ്റ്. ഹോസ്റ്റിസ്, ഹോസ്തിയ എന്ന ലത്തിൻ വാക്കിൽ നിന്നാണ് ഹോസ്റ്റ് എന്ന വാക്ക് വരുന്നത്. ആ ഹോസ്റ്റ് മലയാളീകരിച്ചപ്പോൾ ഓസ്തിയായി. പിന്നെ നമ്മൾ ഹോളി ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ തിരുവോസ്തി, തിരുവോസ്തി. ഇര, അറുക്കപ്പെട്ട മൃഗം, ബലി ചെയ്യപ്പെട്ട മൃഗം, ബലിവസ്തു, ബലി എന്നെല്ലാമാണ് ഹോസ്റ്റിസ് അല്ലെങ്കിൽ ഹോസ്തിയ എന്ന ലത്തിൻ വാക്കിനർത്ഥം. ഹോസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കുകൊണ്ടും ഉദ്ദേശിക്കുന്നത് അതുതന്നെ. അപ്പോൾ ഇരയാക്കപ്പെട്ടവൻ, അറുക്കപ്പെട്ട മൃഗം, ബലി ചെയ്യപ്പെട്ട മൃഗം, ബലിവസ്തു, ബലിവസ്തുവായി തീർന്ന ക്രിസ്തു, അതാണ് ഓസ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബലിവസ്തുവായി തീർന്ന ദൈവത്തിന്റെ പരിശുദ്ധനായ ക്രിസ്തു, അതാണ് തിരുവോസ്തി. അങ്ങനെ ബലിവസ്തുവായി തീർന്ന ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും ആക്രമിക്കുകയാണ് നാം കുർബാനയെ അവഹേളിക്കുമ്പോൾ. അവിടുത്തെ വീണ്ടും ചമ്മട്ടി അടിക്കുകയാണ്, അവിടുത്തെ വീണ്ടും മുൾമുടി ധരിപ്പിക്കുകയാണ്, അവിടുത്തെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി നഗ്നനാക്കുകയാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, എന്തിനാണ് എറണാകുളം വിശുദ്ധ കുർബാനയെ തന്നെ സമരമുറയാക്കുന്നത്? എത്രയോ നല്ല മറ്റ് തരത്തിൽ സമരമുറകളുണ്ട്. എന്തിനാണ് പരിശുദ്ധ പരമപരിശുദ്ധ കുർബാനയെ അവർ സമരമുറയാക്കുന്നത്? എന്തിനാണ് പള്ളിയെ അശുദ്ധമാക്കുന്നത്? എന്തിനാണ് സ്ത്രീകളെ മധുബകയിലെ ബലിപീഠത്തിൽ കയറ്റിയിരുത്തി കാപ്പിയും ചായയെല്ലാം കൊടുത്ത് അതിനു മുമ്പിൽ ആഭാസ നൃത്തം ചെയ്യിക്കുന്നത്? പണ്ട് മുതലേയുള്ള ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണത്. ബാബിലോണിയക്കാര് ജെറൂസലം ദേവാലയം അഗ്നിക്കിരയാക്കി. അതിനുമുമ്പ് ദേവാലയത്തെ വിലപിടിപ്പുള്ള സംഗതികളൊക്കെ കട്ടുകൊണ്ടുപോയി. നമ്മൾ ബസിലിക്ക പള്ളിയിലും കുറെയെല്ലാം നമ്മൾ കാണുകയാണത്. യഹൂദര്, ഈ ബാബിലോണിയം പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന യഹൂദര് അത് പുതുക്കിപ്പടുത്തു. ദേവാലയം സോളമൻ പണിതുപോലെ ഗംഭീരമൊന്നും ആയില്ലെങ്കിലും പുതുക്കിപ്പടുത്തു. പക്ഷെ റോമാക്കാര് അത് പാടെ നശിപ്പിച്ചു AD 70. എന്തിനാണ് ഈ ദേവാലയം കത്തിച്ച് നശിപ്പിക്കുന്നത്? എന്തിനാണ് ദേവാലയം അശുദ്ധമാക്കുന്നത്? നിങ്ങളുടെ ദൈവം ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ദേവനാണ് ശക്തൻ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. നിങ്ങളുടെ ഈ സർവശക്തൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ ദൈവം ഉണ്ടല്ലോ, ഈ യാഹ്വേ എന്ന് പറയുന്ന ദൈവം, ആ ദൈവം ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ദേവനാണ് ശക്തൻ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു യുദ്ധതന്ത്രമാണ് വാസ്തവത്തിൽ ഈ ദേവാലയം അശുദ്ധമാക്കുന്നത്, അതുപോലെ പള്ളി അശുദ്ധമാക്കുന്നത്, ബലിപീഠം അശുദ്ധമാക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഉദയംപേരൂർ പള്ളിയിൽ കുറെ സ്ത്രീകളെ കൊണ്ടുവന്ന് മധുബകയിൽ ഇരുത്തി ബലിപീഠ ചുറ്റും ഇരുത്തി കാപ്പിയും ചായ എല്ലാം കൊടുത്തു എന്ന് വെച്ചാൽ കർത്താവ് എന്നിട്ട് ചാട്ടവാരെടുത്ത് അടിച്ചൊന്നുമില്ലല്ലോ, കർത്താവ് ഒന്നും ചെയ്തില്ലല്ലോ. നിങ്ങളുടെ ദൈവം ഇത്രയേ ഉള്ളൂ. അതായത് സീറോ മലബാർ സഭയുടെ ദൈവം കർത്താവ് ഈശോ മിശിഹ വളരെ അശക്തനാണ്. ഞങ്ങളുടെ ദേവൻ എറണാകുളത്തമ്മ ഇല്ലേ, ഞങ്ങളുടെ ദേവി ഉള്ളവളാണ്. അതുകൊണ്ടാണ് യാഹ്വേയെ, യേശുവിനെ ആരാധിക്കുന്ന സീറോ മലബാർ സഭ തോറ്റു, എറണാകുളത്ത് അമ്മയെ ആരാധിക്കുന്ന ഞങ്ങൾ ജയിച്ചുവെന്ന് വിമതരും പിന്നെ മുന്നേറ്റക്കാരും അവകാശപ്പെടുന്നത്. പക്ഷെ നമുക്കൊരു ചോദ്യം ചോദിക്കാം. അന്ന് ബാബിലോണിയക്കാര് ഈ യെറൂസലം ദേവാലയം നശിപ്പിച്ചു. ഇപ്പൊ ആ ബാബിലോണിയൻ സാമ്രാജ്യം എവിടെയുണ്ട്? എവിടെയാണ് ഈ റോമ സാമ്രാജ്യം? യെറൂസലം ദേവാലയം പാടെ കത്തിച്ച് നശിപ്പിച്ച. ഇതാണ് കർത്താവിന്റെ രീതി. എപ്പോഴും അവൻ തോറ്റു നിൽക്കാൻ തോന്നും, എപ്പോഴും അവൻ തോൽക്കാൻ തോന്നും. പക്ഷെ എപ്പോഴും ജയിച്ചു നിൽക്കുന്നത് അവനായിരിക്കും. നമ്മൾ പെട്ടെന്ന് ഈ കുർബാനയുടെ അവഹേളനം എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക സുവിശേഷങ്ങളിലെ ചില രംഗങ്ങളാണ്. ഉദാഹരണം, മറ്റു യേശുവിന് മുൾമടി ധരിപ്പിക്കുന്ന രംഗം. സൈനികര്, പട്ടാളക്കാര് യേശുവിനെ ക്രൂരമായ ഒരു വിനോദത്തിന് ഇരയാക്കുകയാണ്. യേശു രാജാവാണെന്ന് അവകാശവാദം ഉന്നയിച്ചെന്ന് അവർക്കറിയാം, അവർ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ യേശു രാജാവൻ അവകാശപ്പെട്ട യേശു അവരുടെ കയ്യിലാണ്.
ഏത് വിധേനയും യേശുവിനെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് അവര്. യേശുവിന്റെ മേലുള്ള അവരുടെ അധികാരശക്തി പ്രയോഗിക്കുകയാണ്. തങ്ങളുടെ എതിരായുള്ള അവരുടെ മനസ്സിലുള്ള രോഷം മുഴുവനും അവർക്ക് നേരിട്ട് പ്രകടിപ്പിക്കാനാവാത്തത് കൊണ്ട് അവർ അത് നിരപരാധിയായി യേശുവിനോട് പ്രകടിപ്പിക്കുകയാണ്. ഇതല്ലേ എറണാകുളത്ത് നടന്നത്? മെത്രാൻ സിനോടുള്ള ദേഷ്യം, മാർപ്പാപ്പയോടുള്ള ദേഷ്യം, സഭയുടെ കുർബാന ഏകീകൃത കുർബാന തീരുമാനിച്ചവരോടുള്ള ദേഷ്യം, അത് അവരോട് തീർക്കാൻ പറ്റാത്തതിനാൽ യേശുവിനെ അവര് കൈകാര്യം ചെയ്യാണ്. യേശു ഇപ്പൊ അവരുടെ കയ്യിലാണ്. അപ്പൊ ക്രൂരമായ വിനോദത്തിന് യേശുവിനെ ഇരയാക്കുകയാണ്. ബലിവസ്തു ആയി തീർന്ന, തിരുവോസ്തിയായി തീർന്ന, ഹോസ്റ്റലമാറിന്റെ വചനാർത്ഥം പറഞ്ഞല്ലോ, തിരുവോസ്തി, ബലിവസ്തു ആക്കപ്പെട്ട ക്രിസ്തു, ബലിവസ്തു ആയി തീർന്ന ക്രിസ്തു, ആ ക്രിസ്തുവിന് വീണ്ടും ഇരയാക്കണവര്. എന്നിട്ട് അവരുടെ ഈ പട്ടാളക്കാർ അവരുടെ അധികാരശക്തി കർത്താവിന്റെ മേൽ ഉപയോഗിക്കുന്നത് പോലെ വിമത വൈദികര് കർത്താവിന് കൈകൾ എടുത്തിട്ട് തോന്നിയ പോലെ അവനെ ആക്രമിക്കുകയാണ്. ഇതാണ് കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്നത്. ഒരു കുർബാന ഇല്ലേ, ഒരു ഓസ്തി എടുത്തു, കുർബാന അർപ്പിച്ചു, അത് കർത്താവായിട്ട് മാറി. എന്നിട്ട് ആ കർത്താവിന് ഇതിൽ ഉപയോഗിച്ചിട്ട് തന്നെ 10-18 മണിക്കൂർ തുടർച്ചയായിട്ട് കുർബാന, 33 വൈദികര്. ഒരാൾക്കെങ്കിലും അത് നോ പറയാൻ, ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ തോന്നിയില്ല. അത് തടയാൻ വേണ്ടി അന്നത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അല്ല, ബസിലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന പുതവേലിച്ചിൽ കയറി നിന്ന് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഈ ദൈവനിന്ദ ഇങ്ങനെ 18 മണിക്കൂർ തുടർന്നപ്പോൾ ചില അൽമായര് സഹികെട്ട് ഈ ദൈവനിന്ദ അവസാനിപ്പിക്കാനായിട്ട് കയറി ചെന്ന് ഇങ്ങനെ ബലമായിട്ട് ബലിപീഠം മാറ്റി. 1215 4-ാം ലാറ്ററൻ സൂനദോസിൽ അങ്ങനെ തീരുമാനമുണ്ട്. അച്ഛന്മാരും മെത്രാന്മാരും ദൈവനിന്ദ അവസാനിപ്പിക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ അൽമായര് ചെയ്യണമെന്ന് 1215 4-ാം ലാറ്ററൻ സൂനദോസ് അങ്ങനെ കൽപ്പനയിട്ടിട്ടുണ്ട്. അത് അറിഞ്ഞിട്ടൊന്നുമല്ല അൽമായര് ചെയ്തത്, അല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഏതായാലും അവർ ചെയ്തു. അവരുടെ വിശ്വാസം അതിനെ പ്രേരിപ്പിച്ചു. ഇതുപോലെ തന്നെ കുരിശിൽ യേശുവിനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരെല്ലാം ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പരിഹാസിച്ചവയോടെ, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്നും ഇറങ്ങി വരിക. അവർ പറഞ്ഞതാണ് മർക്കോസ് 15:29-30. യാതൊരു കരുത്തും ശക്തിയും ഇല്ലാത്ത കർത്താവിന്റെ ഈ നിസ്സഹായാവസ്ഥ കണ്ടാണ് അവർ അവനെ ഇങ്ങനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. എത്ര ദുർബലനാണ് അവനെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അവര്. അതേസമയം തന്നെ അവനെ ക്രിസ്തുവിനെ പ്രലോഭിപ്പിക്കാനും മടിക്കുന്നില്ല. മുൻപ് സാത്താൻ ചെയ്തതുപോലെ നിന്നെ തന്നെ രക്ഷിക്കൂ, നീ നിന്റെ അമാനുഷ ശക്തി ഉപയോഗിക്കൂ എന്നാണ് അവർ വിളിച്ചു കൂവുന്നത്. ഇത് തന്നെയല്ലേ വിമത വൈദ്യരും മുന്നേറ്റക്കാരും ചെയ്യുന്നത്. പക്ഷെ ഈ നിമിഷത്തിൽ തന്നെ ദേവാലയത്തിന്റെ നാശം പൂർത്തിയാവുകയാണെന്നും ഒരു പുതിയ ദേവാലയം അവരുടെ മുമ്പിൽ ഉയരുകയാണെന്നും അവർ അറിയുന്നില്ല. ഇതുതന്നെയാണ് എറണാകുളത്ത് സംഭവിക്കുന്നത്. നമ്മൾ ഈ സീറോ മലബാർ സഭ എറണാകുളത്ത് വിജയം വരിക്കുന്നത് കാണാനിരിക്കുന്നേ ഉള്ളൂ. അവിടെ ഇപ്പോ ഇവർക്ക് കൂട്ടുനിൽക്കുന്ന മേജറും വികാരിയൊക്കെ എന്തുമാത്രം അപ്രസക്തമായി പോകുമെന്ന് നമ്മൾ നമ്മുടെ കൺവെട്ടത്ത് കാണാനിരിക്കുന്നു. അപ്പോൾ ഒരു യുദ്ധതന്ത്രമാണ് കുർബാന അവഹേളിക്കുക, പള്ളിയെ നിന്ദിക്കുക, പള്ളി അശുദ്ധമാക്കുക. ഇതൊക്കെ ഒരു യുദ്ധതന്ത്രമാണ്. എറണാകുളം വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും പിന്തുടരുന്നത് ബാബിലോണിയക്കാരും പിന്നെ റോമാക്കാരൊക്കെ പിന്തുടർന്ന ഒരു യുദ്ധതന്ത്രമാണ്. പിന്നെ കുർബാനയെ അവഹേളിച്ച് ദൈവനിന്ദ നടത്തുന്നവർക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്. സത്യവിശ്വാസികളായ കത്തോലിക്കരെ സങ്കടത്തിലാക്കുകയോ അവരെ രോഷം കൊള്ളിക്കുകയോ ചെയ്യാം. ഓർക്ക് സത്യവിശ്വാസികൾക്ക് മാത്രമേ ഈ സങ്കടവും വേദനയും രോഷവും ഉണ്ടാകൂ. തീർച്ചയായിട്ടും മറ്റു മതസ്ഥരൊക്കെ എന്താണ് കാട്ടിക്കൂട്ടണമെന്നൊക്കെ ചോദിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അറിയുള്ളൂ. ദിവ്യബലിയുടെയും പരിശുദ്ധ കുർബാനയും പവിത്രതയ്ക്ക് എതിരായ ഗൗരവമേറിയ ലംഘനങ്ങള് പരിശോധിച്ച് വിധി പ്രസ്താവിക്കേണ്ടത് വിശ്വാസ സിദ്ധാന്തത്തിന് വേണ്ടിയുള്ള കാര്യാലയമാണ് റോമില്. അത് ആ കാര്യാലയത്തിന് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത്. ആർക്കും അത് വിധി കൽപ്പിച്ച് നടപടിയെടുക്കാൻ കഴിയില്ല. അപ്പൊ കുർബാന അവഹേളനമോ കൂതാശികളുടെയോ വിശുദ്ധ സ്ഥലത്തിന്റെയോ അവഹേളനമോ ഉണ്ടായാൽ ഉടനെ മെത്രാൻ വിശ്വാസ തിരുസംഘത്തെ അറിയിക്കേണ്ടതുണ്ട്. വൈദികർ ഉൾപ്പെട്ട കേസാണെങ്കിൽ അവര് പൗരോഹിത്യത്തിൽ നിന്ന് പുറത്താക്കേണ്ട പ്രക്രിയ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുർബാനയുടെ അവഹേളനം സംബന്ധിച്ച് വിശ്വാസ തിരുസംഘത്തിന്റെ ചില നിർദ്ദേശങ്ങളുണ്ട്, ചില മാർഗനിർദ്ദേശങ്ങൾ. ദൈവത്തെ നിന്ദിക്കാനുള്ള ഉദ്ദേശത്തോടെ കുർബാന എടുക്കുകയോ സൂക്ഷിക്കുകയോ കൊണ്ടുപോവുകയോ തിരുവോസ്തി എറിഞ്ഞു കളയുകയോ ചെയ്യുന്നത് കുർബാന അവഹേളനമാണ്.
ദൈവത്തെ നിന്ദിക്കാനുള്ള ഉദ്ദേശത്തിന് കുർബാന എടുക്കുകയോ സൂക്ഷിക്കുകയോ സ്വീകരിക്കുകയോ തിരുവോസ്തി എറിഞ്ഞു കളയുകയോ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഭിഛേര എന്നാണ് ലത്തീനിൽ. അഭിഛേര. അതിന്റെ ഒരു വിശദീകരണവും വിശ്വാസ തിരുസംഘത്തിന്റെ ആവശ്യമനുസരിച്ച് ഈ റോമില് മറ്റൊരു ഒരു ഫാക്കൽറ്റി ഉണ്ട്, പൊന്റിഫിക്കൽ കൗൺസിൽ ഫോർ ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ്. അതായത് നിയമത്തിലുള്ള ചില പാഠങ്ങളുടെ യഥാർത്ഥ വ്യാഖ്യാനം എന്താണ് എന്ന് കൊടുക്കുന്ന അത് ആ വ്യാഖ്യാനം കൊടുക്കുന്ന ഒരു പൊന്റിഫിക്കൽ മാർപ്പാപ്പയുടെയുള്ള ഒരു കൗൺസിൽ ഉണ്ട്, പൊന്റിഫിക്കൽ കൗൺസിൽ ഫോർ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ്. അത് 1999 ജൂലൈ 8 പ്രസിദ്ധീകരിച്ച ഒരു വ്യാഖ്യാനത്തില് ഈ അഭിഛേരെ എന്ന ലത്തീൻ വാക്കിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അഭിഛേര എന്ന വാക്ക് നമ്മൾ പലപ്പോഴും തർജ്ജമ ചെയ്യുന്നത് എറിയുക എന്നാണ്. പക്ഷെ അത് മാത്രമല്ല അർത്ഥം. നിന്ദിക്കുക, വിദ്വേഷം പുലർത്തുക, നാണം കെടുത്തുക, പുച്ഛിക്കുക, ഇങ്ങനെയുള്ള എല്ലാത്തിനും ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ എറിയുക എന്ന് പറഞ്ഞത് ഇങ്ങനെ ഫിസിക്കലായിട്ട് എറിയുന്നത് മാത്രമല്ല, തിരുവോസ്തി എടുത്ത് പള്ളിയിൽ ഇങ്ങനെ വിതറുന്നത് മാത്രമല്ല, മറിച്ച് നിന്ദിക്കുക, വിദ്വേഷം പുലർത്തുക, നാണം കെടുത്തുക, പുച്ഛിക്കുക, കർത്താവിനെ നിന്ദിക്കുക, കർത്താവിനോട് വിദ്വേഷം പുലർത്തുക, കർത്താവിനെ നാണം കെടുത്തുക, കർത്താവിനെ പുച്ഛിക്കുക, ഇതെല്ലാം ഈ കുർബാനയുടെ അവഹേളനമാണ്. കുർബാനയ്ക്കിടയിൽ വൈദികൻ തുറച്ചു നോക്കുന്നത് പോലും കുർബാന അവഹേളനമാണ്. കാരണം അവിടെ കർത്താവ് മറഞ്ഞു പോകുന്നെന്നാണ് ഈ ടെക്സ്റ്റ് പറയുന്നത്. അതായത് കർത്താവിനെ മറക്കുന്ന തരത്തിൽ വൈദികൻ അവിടെ ഒരു മുഖ്യ കഥാപാത്രമായിട്ട് തുറച്ചു നോക്കുകയോ ദേഷ്യപ്പെടുകയോ പാട്ടുകാരോടും അങ്ങനെയൊക്കെ കൽപ്പിക്കുകയോ ചെയ്യുന്നത് അതുപോലും കുർബാനയുടെ അവഹേളനമാണ് എന്ന് ഈ ടെക്സ്റ്റ് പറയുന്നുണ്ട്. കാരണം എന്താണ്? കർത്താവ് മറയുന്ന തരത്തിൽ ഒരു നടപടിയും വൈദികന്റെ കയ്യിൽ നിന്നുണ്ടാകാൻ പാടില്ല. കർത്താവ് മറയുന്ന തരത്തിൽ ഒരു നടപടിയും ഉണ്ടാകാൻ പാടില്ല. ഈ ദൈവോന്മുഖ കുർബാന പ്രൊമോട്ട് ചെയ്യാനായിട്ട് പലരും ആഗ്രഹിക്കുന്നതിന് കാരണം ഈ അച്ഛന്റെ ഒരു നാടകമായിട്ടാണ് ഇപ്പൊ കുർബാന. അച്ഛന്റെ ഒരു നാടകം, കർത്താവിന്റെ ഒരു വെളിപാടാകുന്നതിന് പകരം അച്ഛന്റെ ഒരു നാടകമാണ്. അങ്ങനെ ചെയ്യുന്നത് പോലും കുർബാന്റെ അവഹേളനത്തിൽ പെടുമെന്നാണ് ഈ ടെക്സ്റ്റിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഭിഛേദം എന്ന് പറഞ്ഞ വാക്കിന്റെ വ്യാഖ്യാനത്തില്. അങ്ങനെ അവഹേളിക്കുന്ന കത്തോലിക്കരാണെങ്കിൽ ലാത്തെ സെന്റൻസിയെ അനക്തസിദ്ധമായി സഭയ്ക്ക് പുറത്താണ്. ഇതാണ് ലത്തീൻ കാനോൻ നിയമം അനുസരിച്ച് 1367 പറയണേ. ലത്തീൻ കാനോൻ നിയമം 1367. അങ്ങനെ ലാത്തെ സെന്റൻസി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അനക്തസിദ്ധമായിട്ട് സഭയ്ക്ക് പുറത്തു പോകും. തിരിച്ചെടുക്കാൻ പരിചിത സിംഹാസനത്തിന് മാത്രമേ കഴിയൂ. കുർബാനയെ അവഹേളിച്ചവരുടെ പാപം മോചിക്കാൻ മാർപ്പാപ്പയ്ക്ക് കഴിയൂ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ മാർപ്പാപ്പയ്ക്ക് എഴുതി മാർപ്പാപ്പ ആദ്യം പ്രായശ്ചിത്തം അയക്കും. പ്രായശ്ചിത്തം നിറവേറ്റിയത് വീണ്ടും അറിയിച്ചു കഴിയുമ്പോഴാണ് അബ്സൊല്യൂഷൻ തരുന്നത്. ഇനി ഇങ്ങനെ കുർബാനയെ അവഹേളിക്കുന്നത് വൈദികനാണെങ്കിൽ വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കണം. അതും CAC 1382(1) പറയുന്നുണ്ട്. പിന്നെ പൗരസ്ത്യ കാനോൻ നിയമം CCEO 1442 പറയുന്നുണ്ട്. പക്ഷെ വൈദിക വൃത്തിയിൽ പുറത്താക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടല്ല, അത് അന്വേഷിച്ച് അപ്പൊ ഫെറൻഡെ സെന്റൻസി എന്ന് പറയും. അതായത് പുറത്താക്കുന്ന നടപടിക്രമമുണ്ട്, അത് പാലിച്ചാണ്. ഈ കുർബാനയെ അവഹേളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആരവഹേളിച്ചുവോ അവർ കത്തോലിക്കരാണെങ്കിൽ സഭയ്ക്ക് പുറത്തു പോകും. വൈദികരാണെങ്കിൽ അവർ വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കണം. ആ പുറത്താക്കുന്നത് ലാത്തെ സെന്റൻസി അല്ല, ഓട്ടോമാറ്റിക് ആയിട്ടല്ല, മറിച്ച് അത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് ഫെറൻഡെ സെന്റൻസി എന്ന് പറയും. നടപടിക്രമം പാലിച്ചാണ്. ആ നടപടിക്രമം പാലിക്കാൻ വേണ്ടിയിട്ടാണ് മെത്രാൻ ഇത് പരിശുദ്ധ സിംഹാസനത്തിൽ വിശ്വാസ തിരുസംഘത്തിന്റെ കാര്യത്തെ അറിയിക്കണമെന്ന് പറയുന്നത്. ഇനി ദുരുപയോഗം മാത്രമല്ല, പുച്ഛത്തോടും നിന്ദയോടും കുർബാന കൈകാര്യം ചെയ്തതും അശുദ്ധമാക്കലാണ് കുറ്റകരമാണെന്ന് പറഞ്ഞല്ലോ. ഈ കുർബാന പരികർമ്മം ചെയ്യുമ്പോൾ തന്നെ വളരെ അശ്രദ്ധമായിട്ട് ഈ തിരുവോസ്തിയോ അല്ലെങ്കിൽ തിരുവസ്ത്രങ്ങളോ അതൊന്നും അങ്ങനെ കൈകാര്യം ചെയ്യാൻ പാടില്ല. അതായത് കർത്താവിനോട് പുച്ഛം തോന്നുന്നു, കർത്താവിനോട് വിദ്വേഷമുണ്ടെന്ന് തോന്നുന്ന തരത്തിലോ അല്ലെങ്കിൽ ഉള്ളിൽ വെച്ചുകൊണ്ടോ പെരുമാറുന്നത് പോലും കുർബാനയുടെ അവഹേളനമാണ്. അതായത് പരമപരിചിത കൂദാശയാണിത്. ദൈവത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആ ദൈവചിന്തയില്ലാതെ കുർബാനയിൽ പങ്കെടുക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും വളരെ ഗൗരവമായ അവഹേളനം തന്നെയാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഈ പാപങ്ങൾ ചെയ്താൽ ഈ പാപത്തിന് മോചനം നൽകാൻ പരിചിത സിംഹാസനത്തിന് മാത്രമേ കഴിയൂ. എന്നാൽ ഈ പാപം ചെയ്ത ഒരാള് മരണാസന്നനായിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് വൈദികനും പാപം മോചിക്കാം. ഈ 1379 CAC എന്ന് പറഞ്ഞാൽ ലത്തീൻ കാനൻ ലോ,
ലത്തീൻ കാനൺ നിയമം അനുസരിച്ച് 1379(1) പറയുന്നത് വൈദികനല്ലാത്തയാളെ ദിവ്യബലി അർപ്പിക്കാൻ ശ്രമിച്ചാല് അത് കുർബാനയോടുള്ള വലിയ അവഹേളനമാണ്. വൈദികനല്ലാത്തയാൾ ദിവ്യബലി അർപ്പിക്കുക. ഇപ്പൊ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയില് മണവാളച്ചനും പിന്നെ മറ്റു കുറച്ച് അച്ഛന്മാരും കൂതാശ വിലക്ക് നേരിട്ടു. അതായത് അവര് അച്ഛന്മാരല്ല, വൈദികരല്ല, അവരാ സസ്പെൻഷൻ കാലത്ത് വൈദികരല്ല. അവര് കല്യാണം കെട്ടിക്കാനും കുമ്പസാരം കേൾക്കാനും കുർബാന അർപ്പിക്കാനൊക്കെ ശ്രമിച്ചു. അതെല്ലാം വളരെ വളരെ ഗൗരവമായി തെറ്റാണ്. ആ ഗൗരവമായി തെറ്റ് ചെയ്തവരെ അവർക്കെതിരെ നടപടിയെടുക്കാതെ അവരുമായി ചർച്ചയ്ക്ക് പോയി അവരെ വൈദിക സമിതിയിലും ആലോചന സമിതിയിലൊക്കെ സംബന്ധിപ്പിച്ച മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും ഈ കുർബാനയെ അവഹേളിച്ചവർക്ക് കൂട്ടുനിൽക്കാണ്. അവർ കൂട്ടുപ്രതികളാണ്. മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും കൂട്ടുപ്രതികളാണ്. ഇനി പാമ്പാറച്ചന്റെ കോടതി അതിന്റെ നടപടിക്രമങ്ങളുമായി പോയി എവിടത്തോളം എത്തും നമുക്ക് നോക്കാം. അപ്പോൾ ഈ മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും കൂട്ടുപ്രതികളാണ്. അവർ തന്നെയാണ് ഈ ഇതിന് പരിഹാരമിട്ട് ആരാധന നടത്താൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ആ വൈരുദ്ധ്യം മനസ്സിലാവുന്നുണ്ടോ? ഇതെന്തുകൊണ്ടാണ് ഈ മെത്രാൻ സിനഡ് ചർച്ച ചെയ്യാതിരുന്നത് എന്നത് ലോകത്തുള്ള സകലരെയും വിസ്മയിപ്പിക്കുന്നത് പോലെ എന്നെയും വിസ്മയിപ്പിക്കുന്നു. ഇത്രയും ഗൗരവമായ തിന്മകള് കർത്താവിനെതിരെ നടന്നിട്ട് ഇപ്പൊ ഇത്രയും വലിയൊരു സിനഡ് നടന്നിട്ട് ഇത് ചർച്ച ചെയ്തില്ലേ? ചെയ്തെങ്കിൽ എന്തൊക്കെ നടപടികളാണ് പുറത്തേക്ക് അത് ഞങ്ങൾ അറിയിക്കണ്ടേ? രഹസ്യമായി ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ, പരസ്യമായിട്ടല്ലേ ഈ കുർബാനയുടെ അവഹേളനം നടന്നത്. 1379(2) CIC ലത്തീൻ കാനൺ നിയമം അനുസരിച്ച് കൗദാശിക പാപമോചനം സാധുവായി നൽകാൻ അനുവാദമില്ലാത്തയാള് കുമ്പസാരം കേൾക്കുക. അത് ലാത്തെ സെന്റൻസിയെ എക്സ്കമ്മ്യൂണിക്കേഷൻ ആണ്. ഓട്ടോമാറ്റിക് ആയിട്ട് അവർ സഭയ്ക്ക് പുറത്തു പോകും. ആ സഭയ്ക്ക് ആ പ്രവൃത്തി ചെയ്യുന്നയാൾ ഓട്ടോമാറ്റിക്കായിട്ട് സഭയ്ക്ക് പുറത്താണ്. അയാൾ മരിക്കുന്ന സമയത്താണെങ്കിൽ ആ പുരോഹിതന്റെ പാപം ഏത് പുരോഹിതന്റെ പാപം മോചിക്കാം, അല്ലെങ്കിൽ പരിചിത സിംഹാസനത്തിന് മാത്രമേ അത് കഴിയൂ. അതായത് ഇപ്പം നമ്മൾ കണ്ടല്ലോ, മണവാളച്ചനും അതുപോലെ കൂതാശ വിലക്കുള്ളവര് കൗദാശിക പാപമോചനം നൽകാൻ അധികാരമില്ലാത്ത സമയത്ത് അവർ കുമ്പസാരം കേട്ടു. അവരെ ഓട്ടോമാറ്റിക്കായിട്ട് സഭയ്ക്ക് പുറത്താണ്. സഭയ്ക്ക് പുറത്തുള്ള അകത്തോലിക്കരുമായി ചർച്ച ചെയ്യാനാണ് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും പോയത്. ഈ കാനൺ നിയമം പഠിച്ചിട്ടുള്ളവരല്ലേ ഇവരൊക്കെ? മെത്രാൻ സിനഡിലുള്ളവരും കാനണിലും പഠിച്ചിട്ടുള്ളവരില്ലേ? അവർക്ക് ഉപദേശം കൊടുക്കുന്നവരില്ലേ? ഇതൊന്നും നമ്മുടെ കാനൺ നിയമത്തിൽ ഇല്ലേ? തീർന്നില്ല. 1382(2) പറയാണ്, തിരുവോസ്തിയുണ്ട്, തിരുരക്തമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ അവഹേളിച്ചാലും രണ്ടിനെ അവഹേളിച്ചാലും ഉചിതമായി ശിക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കുന്ന വലിയ മകറോൺ ശിക്ഷ പോലും ഒഴിവാക്കാതെ ശിക്ഷിക്കണമെന്നാണ്. ഇതല്ലേ എറണാകുളത്ത് സംഭവിച്ചിരിക്കുന്നത്. ഞാനൊന്ന് ആവർത്തിക്കുകയാണ്, ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ലെങ്കിൽ മെത്രാൻ ആരാണോ നടപടി എടുക്കാത്തത് ആ മെത്രാന്മാർ കുറ്റകൃത്യത്തിൽ കൂട്ടുപങ്കാളികളാണ്, കൂട്ടുപ്രതികളാണ്. തീർന്നില്ല. കർത്താവിനെ ഒറ്റിക്കൊടുക്കലാണത്. യൂദാസ ചെയ്തതിന് ഒട്ടും കുറവല്ലാതെ. പിന്നെ കാനൺ നിയമം വേറൊരു നിർദ്ദേശമല്ലല്ലോ, അതൊരു നിയമ സംവിധാനമാണ്. സഭയുടെ നിയമ സംവിധാനമാണ്. ബൈബിളിലെ തിരുവചനങ്ങൾ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതാണ് കാനൺ നിയമം. അത് ചിലർക്ക് ബാധകവും മറ്റു ചിലർക്ക് ബാധകവും അല്ലാത്ത വരുന്നത് ശരിയല്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുകയും വളരെ അത്യാവശ്യമുള്ളവർ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ശരിയല്ല. അതൊരു ദൈവിക സംവിധാനമാണ്. അതുപോലെ തന്നെ കൈകാര്യം ചെയ്യേണ്ടത്. വിശുദ്ധ കുർബാന അവഹേളിച്ചാൽ സത്വര നടപടികൾ എടുക്കണമെന്നാണ് 10-ാം പീയൂസ് മാർപ്പാപ്പ കൽപ്പനയിട്ടത്. സത്വര നടപടികൾ. ഇതിപ്പം 2022 ഡിസംബർ 23, 24 തീയതികളിലാണ് ഈ ആഭിചാര കുർബാന അർപ്പിക്കപ്പെട്ടത് ബസിലിക്ക പള്ളിയിൽ. 2022 3 കൊല്ലം പൂർത്തിയാക്കാൻ പോകുക. ഇതാണ് സത്വര നടപടി. എന്നിട്ടൊരു ആരാധനയാണ് ഇപ്പോഴും ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഏകീകൃത കുർബാന മാത്രം നടന്നിരുന്ന മരുത്തോർവട്ടം പള്ളിയിൽ കുർബാന തടസ്സപ്പെടുത്താനായിട്ട് പുതിയ കൂരിയായി ചുമതലപ്പെടുത്തിയത് ആരാണ്? വികാരി മെത്രാപ്പോലിത്ത. അതാണ് സമവായ മാർഗരേഖയിൽ എഴുതിയിരിക്കുന്നത്. അതിന് സമ്മതം കൊടുത്തത് ആരാണ്? മേജർ ആർച്ച് ബിഷപ്പ്. അപ്പൊ ഈ പുതിയ കൂരി അത് ഭംഗിയായിട്ട് ചെയ്തു. ഏകീകൃത കുർബാന, സഭയുടെ കുർബാന മാത്രം നടന്നിരുന്ന ഒരു പള്ളിയിൽ പ്രശ്നമുണ്ടാക്കി അവിടെ ഇല്ലിസിറ്റ് കുർബാന ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആര്? മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും പുതിയ കൂരിയായും കൂടി. എന്നിട്ട് മേജർ ആർച്ച് ബിഷപ്പും വികാരിയും പറയാണ്, ഒരു പരിഹാരമായിട്ട് ഒരു ആരാധന നിങ്ങൾ നടത്തിക്കോളൂ. ഞങ്ങൾ ഇങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കും, ജനങ്ങൾ പരിഹാരമായിട്ട് ആരാധന നടത്തുക. ഞങ്ങളും കുർബാന അവഹേളിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ പരിഹാരമായിട്ട് ഒരു ആരാധന നടത്തുക. എന്തും തെമ്മാടിത്തറയെ കാണിക്കുന്നേ.
ഏകീകൃത കുർബാന മാത്രം നടന്നിരുന്ന ഉദയംപേരൂർ പള്ളിയില് ചില സ്ത്രീകളെ കൊണ്ടുവന്ന് മതബഹയില് ബലിപീഠത്തിൽ ചുറ്റുവരുത്തി കാപ്പിയും ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവര് തുള്ളി അതിന് തൊട്ട് മുമ്പിൽ സൂംബ ഡാൻസുമായിട്ട് കഞ്ചാവ് അടിച്ചതുപോലെ കുറച്ച് ആണുങ്ങള് പോലീസ് നിരന്ന് നിന്നിട്ട് അവിടെ കുർബാനയെ ഇല്ലേ അപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്തെ സ്ത്രീകള് ഇപ്പുറത്തെ പുരുഷന്മാര് സൂംബ ഡാൻസ് അപ്പുറത്തെ സ്ത്രീകള് ചായ കുടി മതബഹയില് ബലിപീഠത്തിന് ചുറ്റും ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് രോഷം വരുന്നില്ലേ? ഒരു സർക്കുലർ എഴുതിയിട്ടുണ്ടോ നമുക്കൊക്കെ വേദന ഉണ്ടായെന്ന്? വേദന ഉണ്ടായാൽ അതിന് പ്രതിവിധി വേണ്ടേ? ബലിപീഠം അശുദ്ധമാക്കുക മാത്രമല്ല, കുർബാന അവഹേളിച്ച് കത്തിയും ബ്ലേഡും ഉപയോഗിച്ച് കുർബാന സ്വീകരിക്കാൻ വന്ന ചിലർ ആക്രമിച്ചു, ആ പള്ളി പൂട്ടിച്ചു. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നതും പൊതുജനം കണ്ടതുമല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഈ കുർബാനയുടെ അവഹേളനം? അതിന് പരിഹാരം ഈ ആരാധനയാണോ? ആ പള്ളി പൂട്ടിച്ച പുതിയ കൂരിയായെയും അതിന് കൂട്ടുന്ന വികാരി മെത്രാപ്പോലിത്തയെയും പിന്നെ മേജർ ആർച്ച് ബിഷപ്പിനെയും അവർക്കെതിരെ നിങ്ങൾ എന്താണ് സിനഡിൽ ചർച്ച ചെയ്തത്? അത് ചെയ്യാതെ ഈ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്താൽ നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ ദൈവവിശ്വാസം, കുർബാനയിൽ കർത്താവ് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ സംശയത്തിന്റെ നിഴലിലാകില്ലേ? അല്ലേ? പ്രസാദഗിരി പള്ളിയിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദ്യന് ഉന്തി തള്ളി അടിച്ച് വീഴ്ത്തി ആ അച്ഛനെ സംരക്ഷിക്കാൻ ചെന്നവർക്കെതിരെ കള്ളക്കേസും പെണ്ണുകേസും, അടിച്ചു വീഴ്ത്താൻ നേതൃത്വം കൊടുത്ത വൈദികന് പ്രൊമോഷൻ. ഇതെല്ലാം ലോകത്തിലെ സകല ജനങ്ങൾക്കും അറിയാം, ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും അറിയാം. ഇതിനെല്ലാം പരിഹാരം ഈ 1 മണിക്കൂർ ആരാധനയാണോ? അവർക്കെതിരെ ഈ അച്ഛനെ ആക്രമിച്ചവർക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തത്? എന്നിട്ട് വേണ്ട ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്യാൻ. അപ്പോഴല്ലേ സത്യസന്ധമാകൂ. നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങൾ ഇല്ലേ വിശ്വാസത്തോട് കൂറ് പുലർത്തുന്നു, ഉദ്യോഗത്തോട് കൂറ് പുലർത്തുന്നു എന്ന് പറയാൻ പറ്റൂ? മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ സഭാ തലവനല്ലേ? ആ സഭാ തലവൻ ഇത്രയും തരം താഴാമോ? അദ്ദേഹത്തിന്റെ വികാരി മെത്രാപ്പൊലീത്ത ഇത്രയും തരം താഴാമോ? അബ്യൂസീവ് യൂക്കറിസ്റ്റ് സെലിബ്രേഷൻ എന്നാണ് കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പ കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന കുർബാനയെ വിശേഷിപ്പിച്ചത്. അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ. ആ വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? സെക്ഷുവൽ അബ്യൂസ് നമ്മൾ പറയില്ലേ, കുട്ടികളെ ഇല്ലേ സെക്ഷുവലായിട്ട് അബ്യൂസ് ചെയ്യുക, അതിനുപയോഗിക്കുന്ന വാക്കാണ് ഈ അബ്യൂസ്. കർത്താവിനെ അബ്യൂസ് ചെയ്തു, കർത്താവിനെ ബലാത്കാരമായിട്ട് അബ്യൂസ് ചെയ്തു. അതാണ് മാർപ്പാപ്പ പറഞ്ഞേ. മാർപ്പാപ്പ പറഞ്ഞതിന് അപ്പുറത്ത് ഒരു മാനുഷിക അധികാരം കത്തോലിക്ക സഭയിൽ ഉണ്ടോ? അങ്ങനെ കുർബാന അർപ്പിച്ച ആ 33 വൈദികർക്കെതിരെ എന്ത് നടപടിയാണ് ചെയ്തത്? അതിന് പകരം നിങ്ങൾ അവരുമായി ചർച്ചയ്ക്ക് പോകുക. അപ്പൊ നിങ്ങൾ അവരുടെ കുർബാന അവഹേളനത്തിൽ നിങ്ങൾ കൂട്ടുപ്രതികളല്ലേ? ഞാൻ ചോദിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിനോടും വികാരി മെത്രാപ്പൊലീത്തയോടുമാണ്. ഇനി അവക്ക് കൂട്ടുനിൽക്കുന്ന സിനഡിനോടുമാണ്. അതിന് പരിഹാരം ഈ ഒരു ആരാധനയാണോ? ആരാധന വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കുർബാന അർപ്പിക്കാൻ അവകാശം എടുത്തു കളഞ്ഞ് കൂദാശ വേലക്ക് ഏർപ്പെടുത്തിയിരുന്ന വൈദികർക്കെതിരെ യാതൊരു കാനൂനി നടപടികളും പാലിക്കാതെ ഇഷ്ടമന സ്ഥാന നിയമനം നൽകിയത് കുർബാനയുടെ അവഹേളനമല്ലേ? പരിശുദ്ധ സ്ഥലത്തിന്റെ അവഹേളനമല്ലേ? കൂദാശകൾ അവഹേളനമല്ലേ? അപ്പോൾ ഈ കൂദാശകൾ അവമാനിച്ചത് ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പൊലീത്തയുമല്ലേ? ഈ ആരാധന ശരിക്കും ആളുകൾ നടത്തിയാൽ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയാം. ഉടനെ സംഭവിക്കുന്ന അറിയില്ല, പക്ഷെ കർത്താവ് എന്താ ചെയ്യാന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. കർത്താവ് ഇവർ രണ്ടുപേരെയും തലയ്ക്കൊരു കൊട്ടുകൊട്ടും. ഈ ആരാധന നടത്തി ജനങ്ങൾ വരുമ്പോൾ കുർബാന അവഹേളിച്ചവർ തന്നെ കുർബാനയ്ക്ക് പരിഹാരമായിട്ട് ആരാധന ആഹ്വാനം ചെയ്തിരിക്കുന്നു. ജനങ്ങൾ ശരിക്കും ആരാധനിക്കാൻ പോയാൽ തീർച്ചയായിട്ടും കർത്താവ് ഈ 2 പേരുടെ തലയിലും ഒരു കൊട്ടുകൊട്ടും. കർത്താവിന്റെ സമയത്തായിരിക്കും. മാണിപ്പറമ്പളത്തിന്റെ പ്രവചനം എവിടെയെന്ന് പറഞ്ഞ് നിങ്ങൾ ബഹളം കൂട്ടണ്ട. അത് സമയത്ത് പൂർത്തിയാകും. അത് നിങ്ങളെ കാണും ചെയ്യും. ശീഷ്മയിൽ മാർപ്പാപ്പയെ ധിക്കരിക്കുക, അങ്ങനെ ശീഷ്മയിലായിരിക്കുക. കാനോൻ നിയമം ലംഘിക്കുക, അങ്ങനെ സഭയുടെ നിയമസംവിധാനം തട്ടിമറിക്കുക. സത്യവിശ്വാസത്തിൽ വീണുപോകുക, അപ്പോസ്റ്റസി. സഭയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെറ്റുകളാണിത്. ഇത് സംഭവിച്ചിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെയും വികാരി മെത്രാപ്പൊലീത്തയും അവരും സന്നിഹിതരായിട്ട് എടുത്ത മീറ്റിംഗുകൾ. ഒരു സഭയുടെ തലവനെതിരെ, കത്തോലിക്ക സഭയിലെ 2ാമത്തെ വലിയ സഭയുടെ തലവനെതിരെ ഇത്രയേറെ ആരോപണങ്ങളും പിന്നെ കോടതി വിധിയും വന്നിരിക്കുന്നു. ഇതെല്ലാം പരസ്യമാക്കപ്പെട്ടിരിക്കുന്നു. പരസ്യമായ തെറ്റുകുറ്റങ്ങൾ, പരസ്യമാക്കപ്പെട്ട കോടതി വിധി. ഈ വിധിയെ മാനിക്കണമെന്നും അവർ ആയിരിക്കും തെറ്റുകുറ്റങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും ദൈവജനം ആവശ്യപ്പെടുന്നത് ശരിയായ രീതിയല്ലേ? ശരിയല്ലേ? ഇപ്പോഴും കുർബാന്റെ അവഹേളനം തുടരുകയാണ്. ഉച്ച കഴിഞ്ഞ് വേണമെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ
ഒരു ഏകീകൃത കുർബാന ചൊല്ലാനുള്ള തീരുമാനം എടുത്ത് സമവായ മാർഗരേഖ എന്നും പറഞ്ഞ ഒരു തട്ടിപ്പ് നടത്തിയ അതിലൂടെ കുർബാന്റെ അവഹേളനം തുടരാൻ രേഖാമൂലം അനുവാദം കൊടുത്തിരിക്കുക. ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പിലാക്കി ഐക്യതയ്ക്ക് വളർത്താനുള്ള ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിനെയും അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള വികാരി മെത്രാപ്പൊലീത്ത സിനഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോ അവര് തന്നെയാണ് ഈ കുർബാന അവഹേളിക്കുന്നതിന് സമവായ മാർഗരേഖ ഉണ്ടാക്കി വിട്ടിരിക്കുന്നത്. സിനഡിന്റെ ധാർമ്മികതയെക്കുറിച്ച് എനിക്ക് വളരെ സംശയമുണ്ട്. ഈ രണ്ടുപേരാണ് കുറ്റക്കാരെന്ന് സഭാകോടതി കണ്ടെത്തിയത്, ഉത്തരവ് പുറപ്പെടുവിച്ചത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ. വെറും ആരോപണമല്ലല്ലോ അത്. ഇതൊക്കെ ഈ മെത്രാൻ സിനഡ് ചേരുന്നതിന് മുമ്പായിരുന്നു. കുറ്റക്കാരെ തന്നെ വീണ്ടും കുറ്റം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ സിനഡാണ് ഇപ്പൊ ഈ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുണ്ട്. നല്ല ധർമ്മബോധമുണ്ട്, ധാർമ്മിക ബോധമുണ്ട്, ഇല്ലേ, മോറൽ സെൻസ്. ഇത്രയും അധപതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? കർത്താവിന് ഇത്രമാത്രം ദ്രോഹിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഈ തിരുവോസ്തി കർത്താവാണെന്ന് വിശ്വസിക്കാത്തവർക്ക് പോലും ഇതുപോലെ തിരുവോസ്തിയോട് ചെയ്യാൻ കഴിയില്ല. ഇല്ലേ, ബലിവാസ്തുവായി തീർന്ന ക്രിസ്തുവാണ് അതൊന്നും വിശ്വസിക്കാത്തവർക്ക് പോലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പണ്ട് ഒരു പയ്യൻ ഒരു ഹിന്ദു കുട്ടിയെ മറ്റു ബെറ്റ് വെച്ചു, ക്ലബിൽ വെച്ചിട്ട് ഞാൻ കുർബാന എടുത്തിട്ട് അത് ചവിട്ടാന്ന്. അങ്ങനെ അവൻ കുർബാന സ്വീകരിച്ച് ഉടനെ തന്നെ അവൻ അത് എടുത്തിട്ട് അവന് പോക്കറ്റിലിട്ടു. വൈകിട്ട് ക്ലബിൽ ചെന്നിട്ട് ഈ ഹിന്ദുവിന്റെ മുമ്പിൽ എത്ര രൂപയ്ക്കാണ് ബെറ്റ് വെച്ചിരിക്കുന്നത്, അവൻ കുർബാന എടുത്ത് നിലത്തിട്ട് ചവിട്ടാൻ പോയി. അപ്പൊ മറ്റേ ഹിന്ദു കുട്ടി പറഞ്ഞു, ഞാൻ നിനക്ക് ബെറ്റിന്റെ പൈസ നിനക്ക് ഞാൻ തരാം, നീ ചവിട്ടണ്ട, കാരണം നിങ്ങളുടെ ഒരു പുണ്യവസ്തുവാണല്ലോ, നീ ചെയ്യുന്ന എനിക്ക് ഉറപ്പായി. എന്നിട്ട് ആ ഹിന്ദു എന്ത് ചെയ്തു, ഈ തിരുവോസ്തി എടുത്ത് കപ്പേളയുടെ നേർച്ചപ്പെട്ടിയിലിട്ടു. ഇതുണ്ടായ സംഭവമാണ്. എന്നിട്ട് വികാരിയച്ഛൻ ഇതറിഞ്ഞു കഴിയുമ്പോൾ വികാരിയച്ഛൻ അത് മെത്രാൻ അറിയിച്ചു, മെത്രാൻ മാർപ്പാപ്പയെ അറിയിച്ചു. മാർപ്പാപ്പ അവിടുന്ന് ഈ കുട്ടിയും ഈ കുട്ടിയുടെ മാതാപിതാക്കളും കുർബാനയ്ക്ക് എല്ലാ ദിവസവും ഒരു മാസം കുർബാനയ്ക്ക് വന്ന് പള്ളിയുടെ മുമ്പിൽ നിന്ന് ഒരു മാസം കൈകൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാം കുർബാനയ്ക്കിടയിൽ. അങ്ങനെയാണ് പ്രായശ്ചിത്തം കൽപ്പിച്ചത്. അങ്ങനെയാണ് പ്രായശ്ചിത്തം ചെയ്തത്. വികാരിച്ചൻ മെത്രാനെ അറിയിച്ചു, മെത്രാൻ മാർപ്പാപ്പയെ അറിയിച്ചു. അങ്ങനെയാണ് മാർപ്പാപ്പ അബ്സല്യൂഷൻ അയച്ചത്. ഇത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സംഭവമാണ്. അതായത് ഹിന്ദു കുട്ടിയാണ് പറയുന്നത്, നീ ഏതായാലും ചവിട്ടണ്ട, ബെറ്റിന്റെ പൈസ ഞാൻ നിങ്ങൾക്ക് തരാം, നീ ബെറ്റ് ജയിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഒരു പുണ്യവസ്തുവല്ലേ, നീ അത് ചവിട്ടണ്ട. അതായത് തിരുവോസ്തിയെ ഇതുപോലെ അവഹേളിക്കാൻ ഹിന്ദുക്കൾക്കും മുസ്ലിംസിന് പോലും കഴിയില്ല. കള്ളന്മാരൊക്കെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്, അവർക്ക് അതിന്റെ വില അറിയാഞ്ഞിട്ടായിരിക്കാം. ഇത് വൈദികര് എന്നിട്ട് കൂട്ടു നിൽക്കുന്ന മെത്രാന്മാര്, സഭയുടെ തലവൻ, അദ്ദേഹത്തിന് വികാരി മെത്രാപ്പോലീത്ത, ഇത്രമാത്രം അധപതിച്ചിട്ട് അത് ചോദ്യം ചെയ്യാനോ അത് ഞങ്ങൾ കൂട്ടുനിൽക്കില്ലെന്ന് പരസ്യമായിട്ട് പറയാനോ മെത്രാന്മാർക്ക് കഴിയുന്നില്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് വല്ലാത്ത ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു. നമുക്ക് ആരാധന പങ്കെടുക്കാം. ആരാധന പങ്കെടുത്തിട്ട് ഇവരുടെ തലയിൽ ഒരു കൊട്ട് കൊട്ടണേന്ന് കർത്താവിനോട് പറയാം. എങ്കിൽ അത് കൊട്ടുന്നത് നശിക്കാനല്ല, അവർക്ക് മാനസാന്തരം വരാൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.